നമസ്കാരം. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ആദ്യം അവർ കള്ളന്മാരെ ക്രിമിനൽസിനെയും പാർട്ടിയിലെടുക്കും, പിന്നീട് അവരെ കുറ്റവിമുക്തരാക്കും, വേണമെങ്കിൽ അധികാരവും കൊടുക്കും. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അഴിമതിക്കാർക്കെതിരെ പോരാടിയെന്നാണ്. രാജ്യം മുഴുവനും മതസ്പർദ്ധ വളർത്തി ജനങ്ങളെ വേർതിരിക്കുകയാണ് നരേന്ദ്രമോദിയും പരിവാരങ്ങളും ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മണ്ടന്മാരെന്ന് കരുതരുതെന്നും പ്രധാനമന്ത്രിയോട് കേജ്രിവാൾ രൂക്ഷമായി പറഞ്ഞു. ഇനിയിപ്പോൾ നരേന്ദ്രമോദിയുടെ അടുത്ത പരിപാടി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ വൈകാതെ തന്നെ ജയിലിൽ അടയ്ക്കുകയാണ്. ഇപ്പോൾ തന്നെ ഹേമന്ത് സോറനെ ജയിലിൽ അടച്ചിട്ടുണ്ടല്ലോ. സ്റ്റാലിൻ സർക്കാരിൻ്റെ മന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുന്നു, മമതാ സർക്കാരിൻ്റെ മന്ത്രിമാരെ ജയിലിൽ അടയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിയെയും ജയിലിലടച്ച് പൂട്ടാൻ വമ്പൻ ശ്രമങ്ങളാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കേജ്രിവാൾ വ്യക്തമാക്കി. കേന്ദ്രം മുഖ്യമന്ത്രിയുടെ പിന്നാലെ നടന്നു ക്ഷീണിച്ചെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും മോദി ഇനി പ്രധാനമന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ല. മോദിയുടെ അടുത്ത ലക്ഷ്യം ഒരു രാജ്യം, ഒരു നേതാവ് എന്നതാണ്. അതിന് തടസ്സം നിൽക്കുന്നവരെയും ഭീഷണിയാകുന്നവരെയും ഒക്കെ പുള്ളി അങ്ങ് ജയിലിലടച്ച് പൂട്ടും. മോദി ഈ കാണുന്ന ജനങ്ങളോട് മുഴുവൻ വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ അടുത്ത പ്രധാനമന്ത്രിയാക്കാനാണ്. BJPയിലെ മുതിർന്ന നേതാക്കളുടെ എല്ലാ രാഷ്ട്രീയ ഭാവി ഇവർ കുറേ കാലം മുമ്പ് തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി നേരത്തെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ടാണ് മോദിയും അമിത്ഷായും ആദിത്യനാഥനുമൊക്കെ തങ്ങളുടെ സ്ഥാനം ഭരണത്തിൽ ഉറപ്പിക്കുന്നത്. മോദി ജയിച്ചാൽ 2 മാസത്തിനകം UPയിലെ ആദിത്യനാഥ് സർക്കാരും മാറും. അടുത്ത ചീട്ട് ആദിത്യനാഥിൻ്റെതാണ്. ഇതാണ് മോദിയുടെ രാഷ്ട്രീയ അജണ്ടയെന്നും കേജ്രിവാൾ വിമർശിച്ചു.